നമസ്കാരം. മതപരമായ ആവശ്യങ്ങൾക്കും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കുമായി മാറ്റിവെക്കപ്പെടുന്ന സ്വത്തുക്കളാണ് വഖഫ് സ്വത്തുക്കൾ. ഇസ്ലാം മതവിശ്വാസപ്രകാരം ദരിദ്രരായ മുസ്ലിങ്ങൾ, അനാഥർ, വിധവകൾ തുടങ്ങിയവരുടെ ഉന്നമനത്തിനായി ഈ സ്വത്തുക്കൾ വിനിയോഗിക്കപ്പെടണം. എന്നാൽ ഉത്തർപ്രദേശിലെ വഖഫ് ബോർഡുകളുടെ ചരിത്രം പരിശോധിച്ചാൽ കാണാൻ കഴിയുന്നത് തികച്ചും വ്യത്യസ്തമായ ഒരു ചിത്രമാണ്. മതത്തിന്റെ വിശുദ്ധിയെ മറയാക്കി രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് ചില അധികാര കേന്ദ്രങ്ങൾ ഈ സ്വത്തുക്കൾ തട്ടിയെടുക്കുകയും കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തുകയും ചെയ്തുവെന്ന ഗുരുതരമായ ആരോപണമാണിപ്പോൾ വീണ്ടും ചർച്ചയാകുന്നത്. ഓൾ ഇന്ത്യ മുസ്ലിം ജമാഅത്ത് ദേശീയ പ്രസിഡന്റ് മൗലാന ഷഹാബുദ്ദീൻ റസി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന് നൽകിയ കത്ത് വെറുമൊരു പരാതിയല്ല, വർഷങ്ങളായി അടിച്ചമർത്തപ്പെട്ട ഒരു സമൂഹത്തിന്റെ പ്രതിഷേധമാണ്. സുന്നി സെൻട്രൽ വഖഫ് ബോർഡിന്റെയും ഷിയ വഖഫ് ബോർഡിന്റെയും മറവിൽ നടന്ന കൊള്ളകൾ പുറത്തു കൊണ്ടുവരാൻ ഒരു ഉന്നതതല അന്വേഷണം അനിവാര്യമാണെന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്നു. പുറത്തുവന്ന തട്ടിപ്പുകളെക്കാൾ എത്രയോ മടങ്ങ് വലുതാണ് വഖഫ് ബോർഡിന്റെ പേരിൽ നടന്ന ഈ വ്യവസ്ഥാപിത കൊള്ളയെന്ന് റസി ചൂണ്ടിക്കാണിക്കുമ്പോൾ ഉത്തർപ്രദേശിലെ മുൻ ഭരണാധികാരികളുടെ പൊള്ളത്തരം കൂടിയാണ് തുറന്നു കാട്ടപ്പെടുന്നത്. ഇന്ത്യയിലുടനീളം ലക്ഷക്കണക്കിന് ഏക്കർ ഭൂമിയാണ് വഖഫ് ബോർഡുകളുടെ കീഴിലുള്ളത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പണിയാനും ആശുപത്രികൾ നിർമ്മിക്കാനും പാവപ്പെട്ടവർക്ക് തൊഴിൽ നൽകാനും ഈ ഭൂമിയും അതിൽ നിന്നുള്ള വരുമാനവും ഉപയോഗിക്കേണ്ടതാണ്. എന്നാൽ ഉത്തർപ്രദേശിൽ സംഭവിച്ചത് മറ്റൊന്നാണ്. റസിയുടെ വാക്കുകളിൽ നിന്ന് തന്നെ പറഞ്ഞാൽ, ദരിദ്രരായ മുസ്ലിങ്ങൾ, സ്ത്രീകൾ, കുട്ടികൾ, നിരാലംബരായവർ എന്നിവരെ സഹായിക്കുന്നതിനാണ് വഖഫ് ഭൂമി നൽകുന്നത്. ഈ ഭൂമിയിൽ നിന്നുള്ള വരുമാനം ഇവർക്ക് വേണ്ടി ചെലവഴിക്കേണ്ടതായിരുന്നു. പക്ഷേ അത് നടക്കുന്നില്ല. ഒരു വശത്ത് ഇവിടുത്തെ പാവപ്പെട്ട മുസ്ലിങ്ങൾ തെരുവുകളിൽ യാചിക്കാൻ വിധിക്കപ്പെടുമ്പോൾ മറുവശത്ത് വഖഫ് ഭൂമി കൈവശപ്പെടുത്തിയ ചില വ്യക്തികൾ കോടിക്കണക്കിന് രൂപ സമ്പാദിക്കുന്നു. ബറേലിയിൽ മാത്രം കോടിക്കണക്കിന് രൂപയുടെ വഖഫ് അഴിമതിയാണ് നടന്നിട്ടുള്ളതെന്ന് അദ്ദേഹം പറയുന്നു. ഇത് ദീർഘകാലമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഘടിത കൊള്ളയുടെ ഉദാഹരണങ്ങൾ മാത്രമാണ്. അർഹരായവരുടെ അവകാശങ്ങൾ കവർന്നെടുത്ത് മതത്തിന്റെ പേരിൽ സ്വന്തം കീശ വീർപ്പിക്കുന്ന ഈ പ്രവണത വലിയൊരു വിഭാഗം ജനങ്ങളോടുള്ള വഞ്ചനയാണ്. ഈ വൻകിട അഴിമതികളുടെ വേരുകൾ ചെന്നെത്തുന്നത് സമാജ്വാദി പാർട്ടിയുടെ ഭരണകാലത്താണ്. മുലായം സിംഗ് യാദവ് 3 തവണ മുഖ്യമന്ത്രിയായിരുന്നപ്പോഴും അദ്ദേഹത്തിന്റെ മകൻ അഖിലേഷ് യാദവ് 2012 മുതൽ 2017 വരെ ഭരണത്തിലിരുന്നപ്പോഴും ഉത്തർപ്രദേശിൽ വഖഫ് ഭൂമിയുടെ നിയമവിരുദ്ധമായ വാങ്ങലും വിൽപ്പനയും നിർബാധം തുടർന്നിരുന്നു. ഈ കാലയളവിൽ ന്യൂനപക്ഷകാര്യം, വഖഫ്, ഹജ്ജ് എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്തിരുന്നത് അസം ഖാൻ ആയിരുന്നു. സമാജ്വാദി പാർട്ടിയുടെ ഭരണകാലത്തുടനീളം അസം ഖാൻ ഒരു നിഴൽ മുഖ്യമന്ത്രിയെ പോലെയാണ് പ്രവർത്തിച്ചത്. തന്റെ വിശ്വസ്തരെ മാത്രം വഖഫ് ബോർഡിന്റെ ചെയർമാനും അംഗങ്ങളുമായി നിയമിച്ച് അദ്ദേഹം ബോർഡിനെ പൂർണ്ണമായി തന്റെ നിയന്ത്രണത്തിലാക്കി. ഈ കാലയളവിൽ ബോർഡ് ഏകപക്ഷീയമായാണ് പ്രവർത്തിച്ചിരുന്നതെന്ന് ഷഹാബുദ്ദീൻ റസി ആരോപിക്കുന്നു. വഖഫ് നിയമങ്ങളെ നോക്കുകുത്തിയാക്കി സർക്കാർ സംരക്ഷണത്തോടെ നടന്ന ഈ ഭൂമി കച്ചവടങ്ങൾ വലിയൊരു ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു. വഖഫ് സ്വത്തുക്കൾ സ്വകാര്യ ആവശ്യങ്ങൾക്കും ബിസിനസ് ആവശ്യങ്ങൾക്കുമായി വഴിവിട്ട് പാട്ടത്തിന് നൽകുകയോ വിൽക്കുകയോ ചെയ്ത നിരവധി സംഭവങ്ങൾ അസം ഖാന്റെ കാലത്ത് നടന്നിട്ടുണ്ട് എന്നുള്ളത് നേരത്തെ തന്നെ ആരോപണങ്ങളുണ്ടായിരുന്നു. തന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ മതത്തെയും അധികാരത്തെയും അദ്ദേഹം ഒരുപോലെ ഉപയോഗിച്ചു. ഈ അഴിമതികൾക്ക് സമാജ്വാദി പാർട്ടിയുടെ ഉന്നത നേതൃത്വത്തിന്റെ മൗനാനുവാദം ഉണ്ടായിരുന്നു എന്നത് വ്യക്തമാണ്. വഖഫ് ബോർഡുകളിലെ അഴിമതി വെറും ഒരു സാമ്പത്തിക തട്ടിപ്പിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല. അത് സമുദായത്തിനുള്ളിലെ തന്നെ വലിയൊരു വിഭാഗത്തെ പാർശ്വവൽക്കരിക്കുന്നതിലേക്കാണ് നയിച്ചത്. ഉത്തർപ്രദേശിലെ വിവിധ ജില്ലകളിൽ, പ്രധാന നഗരങ്ങളിലും പട്ടണങ്ങളിലുമായി സ്ഥിതി ചെയ്യുന്ന കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന ഭൂമികളാണ് ഇത്തരത്തിൽ അന്യാധീനപ്പെട്ടത്. വഖഫ് സ്വത്തുക്കൾ കൈവശപ്പെടുത്തുന്നതിനായി വ്യാജരേഖകൾ ചമയ്ക്കുന്നത് വളരെ സാധാരണമായ ഒരു രീതിയായിരുന്നു. ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ ഭൂമിയുടെ രേഖകൾ തിരുത്തുകയും സ്വകാര്യ വ്യക്തികളുടെ പേരിലേക്ക് മാറ്റുകയും ചെയ്തു. വിലപിടിപ്പുള്ള വാണിജ്യ ഭൂമികൾ തുച്ഛമായ തുകയ്ക്ക് വർഷങ്ങളോളം നീളുന്ന പാട്ടത്തിന് നൽകിയ സംഭവങ്ങളും നിരവധിയാണ്. ഇതിലൂടെ ബോർഡിന് ലഭിക്കേണ്ട കോടിക്കണക്കിന് രൂപയുടെ വരുമാനമാണ് നഷ്ടപ്പെട്ടത്. വഖഫ് ഭൂമികളിൽ അനധികൃതമായി കെട്ടിടങ്ങൾ നിർമ്മിക്കുകയും അവ പിന്നീട് സ്വന്തമാക്കുകയും ചെയ്ത നിരവധി കേസുകളുമുണ്ട്. ഇതിനെതിരെ ശബ്ദമുയർത്തുന്നവരെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തി നിശബ്ദരാക്കുന്നതായിരുന്നു പതിവ്. ഈ അഴിമതികളിൽ സുന്നി സെൻട്രൽ വഖഫ് ബോർഡിനും ഷിയ വഖഫ് ബോർഡിനും ഒരുപോലെ പങ്കുണ്ട് എന്നതാണ് മറ്റൊരു ശ്രദ്ധേയമായ വസ്തുത. മതത്തിന്റെ പേരിൽ വിഭജിക്കപ്പെട്ട് നിൽക്കുന്നവർ പോലും അഴിമതിയുടെ കാര്യത്തിൽ ഒറ്റക്കെട്ടായിരുന്നു. ഷിയ വഖഫ് ബോർഡിന്റെ മുൻ ചെയർമാൻ വസീം റിസ്വിനെതിരെ ഉയർന്ന കോടികളുടെ അഴിമതി ആരോപണങ്ങളും ഈ അവസരത്തിൽ ഓർക്കേണ്ടതുണ്ട്. വഖഫ് ബോർഡിനുള്ളിലെ അഴിമതികളെ രാഷ്ട്രീയ പാർട്ടികൾ എങ്ങനെയാണ് തങ്ങളുടെ വോട്ട് ബാങ്ക് നിലനിർത്താൻ ഉപയോഗിച്ചതെന്ന് ചിന്തിക്കേണ്ട വിഷയം കൂടിയാണിത്. സമാജ്വാദി പാർട്ടി തങ്ങളെ ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷകരായി ഉയർത്തിക്കാട്ടുമ്പോഴും
യഥാർത്ഥത്തിൽ അവർ ചെയ്തത് ന്യൂനപക്ഷങ്ങളിലെ ഒരു ചെറിയ വിഭാഗത്തെ മാത്രം തങ്ങളുടെ വരുതിയിൽ നിർത്തി അവരെ കൊണ്ട് ഈ സമുദായത്തിൻ്റെ സ്വത്തുക്കൾ കൊള്ളയടിക്കുകയാണ്. മുസ്ലിം വോട്ടുകൾ ഉറപ്പിക്കാൻ വേണ്ടി അസം ഖാനെ പോലുള്ള നേതാക്കൾക്ക് അമിത അധികാരം നൽകിയ മുലായം സിംഗും അഖിലേഷ് യാദവും ഈ അഴിമതികൾക്ക് ഉത്തരവാദികളാണ്. മത നേതാക്കളെയും സാമുദായിക നേതാക്കളെയും പ്രീണിപ്പിച്ച് തങ്ങളുടെ രാഷ്ട്രീയ അധികാരം നിലനിർത്തുക എന്നതിനപ്പുറം സാധാരണക്കാരായ മുസ്ലിങ്ങളുടെ ഉന്നമനത്തിന് അവർ ഒന്നും ചെയ്തില്ല എന്നതുമാണ് സത്യം. ഇസ്ലാം മത വിശ്വാസപ്രകാരം പുണ്യകർമ്മമായി കരുതപ്പെടുന്ന ഒന്നാണ് വഖഫ് ചെയ്യുക എന്നത്. എന്നാൽ ഈ പുണ്യകർമ്മത്തെ പണമുണ്ടാക്കാനുള്ള എളുപ്പവഴിയാക്കി മാറ്റുകയാണ് ഈ രാഷ്ട്രീയ നേതാക്കളും അവരെ അനുകൂലിക്കുന്ന ചില മത നേതാക്കളും ചെയ്യുന്നത്. മതത്തിൻ്റെ പേര് പറഞ്ഞ് പാവപ്പെട്ട ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന ഇതിനേക്കാൾ വലിയൊരു ദ്രോഹമില്ല. മതസ്ഥാപനങ്ങളെ സുതാര്യമായി പ്രവർത്തിക്കാൻ അനുവദിക്കുന്നതിന് പകരം അവയെ തങ്ങളുടെ അഴിമതിക്കുള്ള കേന്ദ്രങ്ങളാക്കി മാറ്റുന്നത് ആ വിശ്വാസ സമൂഹത്തിൻ്റെ അന്തസ്സിനെയാണ് ഇല്ലാതാക്കുന്നത്. വഖഫ് സ്വത്തുക്കൾ നഷ്ടപ്പെട്ടതോടെ ദരിദ്രരായ മുസ്ലിങ്ങൾക്ക് ലഭിക്കേണ്ടിയിരുന്ന വിദ്യാഭ്യാസ, ആരോഗ്യ, സാമ്പത്തിക സഹായങ്ങളാണ് ഇല്ലാതായത്. ഇത് ആ സമുദായത്തിൻ്റെ പിന്നോക്കാവസ്ഥയ്ക്ക് ഒരു പ്രധാന കാരണമായി മാറിയിട്ടുമുണ്ട്. മുൻ സർക്കാരുകളുടെ കാലത്ത് നടന്ന ഈ വ്യവസ്ഥാപിത അഴിമതികളെ ഇല്ലാതാക്കാൻ ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥിൻ്റെ നേതൃത്വത്തിലുള്ള BJP സർക്കാരിന് മാത്രമേ സാധിക്കൂ എന്നാണ് മൗലാന ഷഹാബുദ്ദീൻ റിസ്വിയെ പോലെയുള്ളവർ വിശ്വസിക്കുന്നത്. അഴിമതിയോട് സഹിഷ്ണുതയില്ലാത്ത സമീപനം സ്വീകരിക്കുന്ന യോഗി സർക്കാരിൽ സാധാരണ ജനങ്ങൾക്ക് വലിയ പ്രതീക്ഷയുണ്ട്. വഖഫ് ബോർഡുകളുടെ പ്രവർത്തനങ്ങളിൽ സുതാര്യത ഉറപ്പാക്കാനും അനധികൃതമായി കൈവശപ്പെടുത്തിയ ഭൂമികൾ തിരിച്ചുപിടിക്കാനും സർക്കാർ ഇതിനകം തന്നെ ചില നടപടികൾ ആരംഭിച്ചിട്ടുമുണ്ട്. എന്നാൽ വർഷങ്ങളായി വേരൂന്നിയ ഈ അഴിമതി ശൃംഖലയെ പൂർണ്ണമായി ഇല്ലാതാക്കാൻ ഒരു സമഗ്രമായ ഉന്നതതല അന്വേഷണം തന്നെ ആവശ്യമാണ്. റസ്യു ആവശ്യപ്പെടുന്നത് പോലെ ശരിയായ രീതിയിലുള്ള ഒരു അന്വേഷണം നടന്നാൽ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അഴിമതി കഥകളിൽ ഒന്ന് പുറത്തു വരും എന്നതിൽ ഒരു സംശയവുമില്ല. വഖഫ് ബോർഡുകളിലെ കോടികളുടെ വെട്ടിപ്പ് ഒരു സാമ്പത്തിക കുറ്റകൃത്യം മാത്രമല്ല, അത് പാവപ്പെട്ട ജനങ്ങളോട് ചെയ്ത കൊടും വഞ്ചന കൂടിയാണ്. രാഷ്ട്രീയ സ്വാധീനത്തിന്റെ തണലിൽ പൊതുസ്വത്ത് കൊള്ളയടിച്ച അസം ഖാനെ പോലുള്ള നേതാക്കളും അവർക്ക് ഒത്താശ ചെയ്ത സമാജ്വാദി പാർട്ടിയും ജനങ്ങളോട് ഉത്തരം പറയേണ്ടതുണ്ട്. യോഗി ആദിത്യനാഥ് സർക്കാരിന് മുന്നിലുള്ളത് വലിയൊരു വെല്ലുവിളി തന്നെയാണ്. അഴിമതിക്കാർ എത്ര ഉന്നതരായാലും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും അർഹരായവർക്ക് നീതി ഉറപ്പാക്കുകയും ചെയ്യും. വഖഫ് സ്വത്തുക്കൾ അതിൻ്റെ യഥാർത്ഥ ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്നുണ്ട് എന്നത് ഉറപ്പാക്കുന്നതിലൂടെ മാത്രമേ ഈ നീണ്ടകാലത്തെ ചൂഷണത്തിനൊരു അറുതി വരുത്താൻ സാധിക്കുകയുള്ളൂ. ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ ഭരണഘടനയ്ക്ക് മുകളിൽ മറ്റൊന്നുമില്ല എന്നിരിക്കെ വഖഫ് ബോർഡിനെ പോലെയുള്ള ഇത്രയധികം അധികാരങ്ങളുള്ള ഉത്തരവാദിത്തമില്ലാത്തൊരു സംവിധാനം ജനാധിപത്യത്തിന് തന്നെ വെല്ലുവിളിയാണ്. കോൺഗ്രസ് ഭരണകൂടം രാഷ്ട്രീയ ലാഭങ്ങൾക്കായി രൂപം നൽകിയ ഈ ബോർഡ് കാലാകാലങ്ങളായി ഭരണഘടനയുടെ ചട്ടക്കൂടിന് പുറത്ത് പ്രവർത്തിക്കുന്ന ഒരു സമാന്തരമായ സംവിധാനമാണ്. ഇത് ഇസ്ലാം മതത്തിന്റെ പേരിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഈ അധികാരം ഭരണഘടന ഉറപ്പു നൽകുന്ന തുല്യനീതി എന്ന സങ്കല്പത്തിന് തന്നെ വിരുദ്ധമാണ്. വഖഫ് സ്വത്തുക്കളെയും അതിന്റെ ഭരണത്തെയും ഭരണഘടനയുടെ കർശനമായ നിരീക്ഷണത്തിലോ സുതാര്യമായ പൊതുനിയമത്തിന് കീഴിലോ കൊണ്ടുവരാൻ BJP സർക്കാർ ശ്രമിക്കുമ്പോൾ അതിനെ വെറും മതപരമായ പ്രശ്നമായി ചിത്രീകരിച്ച് എതിർപ്പുകൾ ഉയർത്തുന്നത് ദൗർഭാഗ്യകരമാണ്. യഥാർത്ഥത്തിൽ ഇതൊരു മതവിരുദ്ധ നടപടിയല്ല, ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താനുള്ള അനിവാര്യമായ ഒരു ഭരണഘടനാപരമായ മാറ്റമാണ്. ഭരണഘടനയുടെ പരിധിക്ക് പുറത്ത് ആരും നിൽക്കരുതെന്ന ജനാധിപത്യ ബോധമാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. സ്വന്തം സമുദായത്തിലെ പാവപ്പെട്ടവരുടെ സ്വത്തുക്കൾ കൊള്ളയടിക്കാൻ ചിലർക്ക് വഴിയൊരുക്കുന്ന ഈ പഴയ രീതി തുടരണമെന്ന് വാശി പിടിക്കുന്നത് ജനാധിപത്യത്തോട് ചെയ്യുന്ന വഞ്ചനയാണ്. രാജ്യം ഭരിക്കുന്നത് ഭരണഘടനയാണോ അതോ ചില വ്യക്തികളുടെ താല്പര്യങ്ങളാണോ എന്ന് തീരുമാനിക്കേണ്ട സമയമാണിത്. സത്യം പുറത്തു വരികയും കുറ്റക്കാർ ശിക്ഷിക്കപ്പെടുകയും ചെയ്യുമെന്ന പ്രതീക്ഷയിലാണ് ഉത്തർപ്രദേശിലെ സാധാരണ ജനങ്ങൾ. ഈ വാർത്തയെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. വാർത്തകൾ വേഗത്തിൽ അറിയാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.